ബീഹാറിൽ നിതീഷ് കുമാറിന്റെ കൂറുമാറ്റ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ബീഹാറിൽ വലിയ നീക്കങ്ങൾക്കാണ് ബി.ജെ.പി. തുടക്കമിടുന്നത്. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ അവസരം മുതലാക്കാൻ തങ്ങൾക്ക് ആവുന്ന രീതിയിൽ ബി.ജെ.പി. കളികൾ തുടങ്ങിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ബീഹാറിലുള്ളത്. ഇതിനിടയിലാണ് ബി.ജെ.പി. ഇളകി നിൽക്കുന്ന മറ്റു പാർട്ടികളിലെ എം.എൽ.എമാരെ ചാക്കിട്ട് പിടിക്കുവാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിലെ കോൺഗ്രസിനെ പിളർത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് മുന്നിലുള്ളത്. 10ഓളം കോൺഗ്രസ് എം.എൽ.എമാർ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിന് 19 എം.എൽ.എമാരാണ് ബീഹാറിലുള്ളത്. ഇവരിൽ 10 പേരെ ബി.ജെ.പി. നോട്ടമിട്ട് കഴിഞ്ഞു. എന്നാൽ ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് എം.എൽ.എമാരുമായി ദേശീയ നേതൃത്വം ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുമെന്നും മറ്റു പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഓഫറുകളിൽ തലവെക്കരുതെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം കോൺഗ്രസിലെ ഒരു എം.എൽ.എ പോലും കൂറുമാറില്ലെന്ന് ഡോക്ടർ ഷക്കീൽ അഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകളൊന്നും സ്ഥിരീകരണമില്ലാത്തതാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. എം.എൽ.എമാർ ആരും വിട്ടുപോകില്ല. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കും. കോൺഗ്രസിൽ നിന്നും ഇവർ പുറത്തേക്ക് പോകുമെന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് എം.എൽ.എ കൂടിയായ ഷക്കീൽ അഹമ്മദ് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായിയാണ് പുതിയ നീക്കങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയെയും ഉപേന്ദ്ര കുശ്വാഹയെയും നിത്യാനന്ദ റായ് നേരിട്ട് കണ്ടു കഴിഞ്ഞു. കുശ്വാഹയുടെ RLSP നേരത്തെ JDUവിൽ ലയിച്ചിരുന്നു. JDUവിന്റെ പാർലമെന്ററി ബോർഡിന്റെ ചെയർമാനായും കുശ്വാഹയെ നേരത്തെ നിയമിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ വർഷം നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാഷ്ട്രീയ ലോക് ജനതാദൾ എന്ന പുതിയ പാർട്ടി കുശ്വാഹ രൂപീകരിക്കുകയായിരുന്നു. ഇതിനിടെ നിതീഷ് സർക്കാർ 1-2 ദിവസത്തിനുള്ളിൽ വീഴുമെന്ന് ജിതിൻ റാം മാഞ്ചിയുടെ മകൻ സന്തോഷ് കുമാർ സുമൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. മാഞ്ചിയുടെ പാർട്ടിയായ HAM നിലവിൽ NDAയുടെ ഭാഗമാണ്. സന്തോഷ് സുമന് നേരത്തെ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഉപമുഖ്യമന്ത്രി പദം ഓഫർ ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ഓഫറുകൾ കൊണ്ടൊന്നും തന്നെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നതാണ് സുമൻ പിന്നാലെ പറഞ്ഞു കഴിഞ്ഞത്. NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഇത്തരം ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നും സുമൻ പറയുന്നുമുണ്ട്. ബി.ജെ.പിയിൽ നിന്നും സഖ്യകക്ഷികളെ അടർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് RJD നടത്തിയത്. RJD എം.എൽ.എമാരുടെ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവ് JDUവിനെ പിളർത്തുവാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ബി.ജെ.പി. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം നിതീഷുമായി ചേരുന്ന കാര്യം തീരുമാനിക്കും. നിലവിൽ കാഴ്ചക്കാരായി നിൽക്കുവാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. തിരക്കിട്ട് തീരുമാനം വേണ്ട എന്നതാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. നിതീഷ് വന്നാലും ഇല്ലെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഇല്ല എന്നതാണ് നിലവിൽ ബി.ജെ.പിയുടെ വാദം എന്നതും ശ്രദ്ധേയമാണ്.